നമസ്കാരം. ഈ പ്രസ്താവനയിലെ ഒരു വിരോധാഭാസം തന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. ഒന്ന്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവൻ. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം, കണ്ണൂരിൽ സുന്ദരേശ്വര ക്ഷേത്രം തുടങ്ങി കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഗുരുദേവന്റെ സാന്നിധ്യവും ക്ഷേത്രപ്രതിഷ്ഠയും നടന്നു. അദ്ദേഹം കണ്ണാടിക്ക് മധ്യത്തിൽ ഓങ്കാര പ്രതിഷ്ഠ വരെ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം എന്തേ ക്ഷേത്രം വേണ്ട എന്ന് പറയാൻ കാരണം? അങ്ങനെ പറഞ്ഞോ? നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഓരോ വാക്കിനെയും പ്രത്യക്ഷ അർത്ഥത്തിലല്ല, അതിന്റെ ആന്തരിക അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു, ഭഗവത്ഗീത എടുത്ത് കടലിലേക്ക് വലിച്ചെറിയൂ. ആരോടാ പറഞ്ഞത്? ഹൈന്ദവ സമൂഹത്തോടാണോ? അല്ല. ഭഗവത്ഗീതയെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ച നിഷ്ക്രിയ ഹൈന്ദവ യുവത്വത്തിനു നേരെയുള്ള ആക്രോശമായിരുന്നു അത്. കർമ്മശാസ്ത്രത്തിന്റെ പ്രത്യയശാസ്ത്രമായ ഭഗവത്ഗീതയെ യുദ്ധഭൂമിയിൽ ഞാൻ യുദ്ധം ചെയ്യില്ലെന്നു പറഞ്ഞ് തേരിന്റെ തട്ടിൽ കരഞ്ഞു തളർന്നുറങ്ങിയ അർജുനനെ കർമ്മ നിപുണനാക്കിയ പ്രത്യയശാസ്ത്രത്തെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ച നിഷ്ക്രിയ ഹൈന്ദവ യുവത്വത്തിനു നേരെ വിവേകാനന്ദ സ്വാമികളുടെ ആക്രോശമായിരുന്നു, നിനക്ക് ചേർന്നതല്ല ഭഗവത്ഗീത, കടലിൽ വലിച്ചെറിയൂ, നീ ഫുട്ബോൾ കളിക്കാൻ പോകൂ എന്ന്. മറ്റൊരു അവസരത്തിൽ സ്വാമിജി പറഞ്ഞു, ഗോസംരക്ഷണത്തിന് വേണ്ടി ചെന്ന ഒരാളോട് പറഞ്ഞതാണ്, മാട് തന്നെ മാതാവെന്ന് ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠരായ മക്കളെ മറ്റാര് പ്രസവിക്കാൻ. ഏത് സാഹചര്യത്തിലാ പറഞ്ഞത്? പ്ലേഗ് പിടിച്ചിട്ട് മനുഷ്യൻ പുഴുക്കളെപ്പോലെ മരിച്ചു വീഴുന്ന സമയത്ത് തന്റെ ആശ്രമം വരെ വിൽക്കാൻ തീരുമാനിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിനും സേവാപ്രവർത്തനങ്ങൾക്കും സ്വാമിജി നേരിട്ടിറങ്ങിയപ്പോൾ ഒരു ദിവസം രാവിലെ സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് സന്യാസവേഷം ധരിച്ചുകൊണ്ട് ഒരുത്തൻ വന്നു. അയാൾ പറഞ്ഞു, സ്വാമിജി, ഞാൻ വന്നത് ഗോക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഞാനൊരു പദ്ധതി തുടങ്ങുന്നു, അതിന് പണം വേണം. സ്വാമിജി പറഞ്ഞു, മനുഷ്യൻ പുഴുക്കളെപ്പോലെ ചത്തൊടുങ്ങുമ്പോൾ അവർക്ക് വേണ്ടി താങ്കൾ എന്തു ചെയ്തു? അപ്പോ അദ്ദേഹം പറയുകയാണ്, അത് അവരുടെ വിധിയാണല്ലോ എന്ന്. അപ്പോ പശുവിനെ കൊല്ലുന്നത്, പശുവിന് മരണസമയമായി എന്ന് പറയുന്നത് പശുവിന്റെ വിധിയായിരിക്കില്ലേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പശു നമ്മുടെ അമ്മയാണ് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നുവല്ലോ. സ്വാമിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാട് തന്നെ മാതാവെന്ന് ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠനായ മകനെ മറ്റാര് പ്രസവിക്കാൻ. സാഹചര്യം ഏതായിരുന്നു? മനസ്സിലാക്കുക. ഗുരുദേവൻ വിദ്യാധനം സർവദാനാൽ പ്രധാനമെന്ന് പറഞ്ഞത് ക്ഷേത്രങ്ങൾ വേണ്ട എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ക്ഷേത്രം കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കോണിലുമായി കഴിഞ്ഞു. ക്ഷേത്രവും അതിന്റെ വിശ്വാസങ്ങളും പ്രബലമായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ പോകുന്നവൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകാതെ, അവൻ അറിവ് സമ്പാദിക്കാതെ ജോലിക്ക് പോകാൻ തുടങ്ങി, കൂലിവേലക്ക് പോകാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഇനി പണിയേണ്ടത് ഓരോ ഗ്രാമത്തിലും വിദ്യാലയമാണ്. എന്താ ഈ അഭിപ്രായത്തിന് കുഴപ്പമുള്ളത്? ഈ അഭിപ്രായത്തിന് എന്താ കുഴപ്പമുള്ളത്? ക്ഷേത്രങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിന്റെ അഭിപ്രായമാണ്. കാരണം വിദ്യാഭ്യാസമില്ലാത്ത ക്ഷേത്ര ദർശനം മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? വേദങ്ങളാണ് ആദ്യം ഉണ്ടായത്. ക്ഷേത്രം ഉണ്ടായത് വേദങ്ങൾ ഉണ്ടായിട്ട് അനേക വർഷങ്ങൾക്ക് ശേഷമാണ്. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. മനുഷ്യനെ ആധ്യാത്മിക നാശത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ളതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കില്ല. അവിടെ നമ്മുടെ വിശ്വാസപരമായിട്ട് ആധ്യാത്മിക ഉയർച്ചയെ സാധ്യമാക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ബസിന്റെ ബോർഡ് വായിക്കണമോ? ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് പ്രയോജനമില്ല. അതിന് വിദ്യാലയത്തിൽ പോകണം. ആ വിദ്യാലയത്തിനും വിദ്യാഭ്യാസത്തിനും അക്ഷരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ കേവലം വിശ്വാസത്തിന്റെ പേരിൽ മാത്രം ഒരു ജനത വസിക്കാൻ തുടങ്ങിയപ്പോ അവർക്കിടയിൽ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും പ്രവർത്തിച്ചു. അവരെല്ലാം വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുത്തവരായിരുന്നു. അവർ നല്ല അറിവിനെ വിദ്യാഭ്യാസത്തിലൂടെ നേടിയവരായിരുന്നു. ഗുരുദേവന് സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലും ഒരുപോലെ പ്രാവീണ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഭാഷയിൽ എല്ലാം ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത വാക്കുകളല്ല ആവശ്യം. ഗുരുദേവൻ ഞങ്ങൾ ഹിന്ദുക്കളെ ഒരുപാട് ശാസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആചാര്യനാണ്. ഗുരുദേവൻ മുട്ടിയെടുത്തിട്ട്, അതായത് ഇരുമ്പിന്റെ മുട്ടി ഉലക്കയെടുത്തിട്ട് അനവധി മാതയുടെയും അതുപോലെ യക്ഷികളുടെയും വിഗ്രഹത്തെ അടിച്ച് തകർത്തിട്ടുണ്ട്. നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റുമോ?
ദുർദേവതകളായിട്ട് ആരാധിച്ച് മദ്യവും മാംസവും നിവേദിച്ച് ഹിന്ദു സമൂഹത്തെ പുറകോട്ട് വലിച്ച ഒരുപാട് വിഗ്രഹങ്ങളെ സ്വന്തം കൈകൊണ്ട് അടിച്ച് പൊട്ടിച്ച വിപ്ലവകാരി കൂടിയാണ് ഗുരുദേവൻ. ആ ഗുരുദേവൻ ഞങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ ശാസിച്ചിട്ടുണ്ട്. നീ ക്ഷേത്രത്തിൽ പോകേണ്ട, നീ സ്കൂളിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 36 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണം. ഗുരുദേവൻ നമ്മളെ നന്മയിലേക്ക് നയിക്കുവാൻ നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം. അറിവുള്ളവനുള്ളതാണ് ക്ഷേത്രം. അറിവെന്ന് പറയുന്നത് ഒരു ഭാഗം നമുക്ക് വിദ്യാലയത്തിൽ നിന്നും ലഭിക്കും. വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക അറിവിലൂടെ നമുക്ക് ധാരാളം അറിവിനെ ആർജിച്ചെടുക്കാൻ കഴിയും. ഈ അറിവിനെ ആർജിച്ചെടുക്കുവാൻ വേണ്ടി നീ വിദ്യാലയത്തിൽ പോകണം. അവിടെ നീ ക്ഷേത്രത്തിന് പ്രാധാന്യമല്ല കൊടുക്കേണ്ടത് എന്ന് സാമാന്യ ജനതയോട് പറഞ്ഞതാണിത്. ഇത് തന്ത്രിമാരോട് പറഞ്ഞതല്ല. ഇത് അമ്പലത്തിലെ ശാന്തിക്കാരോട് പറഞ്ഞതല്ല. പഠിപ്പില്ലാത്തവനോട് പറഞ്ഞതാണ്. ഇതിലിപ്പോ എന്താ തെറ്റുള്ളത്? ഇതെടുത്തുയർത്തിയിട്ട് ഇതിന്റെ അർത്ഥം ക്ഷേത്രം വേണ്ട, സ്കൂൾ മതി എന്ന് മാത്രം ആക്കി തീർക്കുവാനാണ് ഈ വിമർശകന്മാർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഞങ്ങളുടെ ആചാര്യന്മാർ സർവവ്യാപികളും സർവസ്പർശികളുമാണ്. അവരെല്ലാ മേഖലയിലും ഞങ്ങളെ ഉയർത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ധർമ്മം എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഹിന്ദു മറുപടി നൽകിയത്? ജഗതഃ സ്ഥിതി കാരണം, ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങളുടെ ആകത്തുക. തീർന്നോ? പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഏതഹു യഹസഹ ധർമ്മ. മനുഷ്യന്റെ ശരിയായ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഗുണകരമാകുന്നത് എന്തോ യഹസഹ ധർമ്മ, അതാകുന്നു ധർമ്മം. അപ്പം ഭൗതിക പുരോഗതിയാണ് വിദ്യാഭ്യാസം. ഭൗതിക പുരോഗതിയെ സാധ്യമാക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ആധുനിക വിദ്യാഭ്യാസം. എഴുത്തും വായനയും പഠിച്ചുകൊണ്ടാണ് ഒരാൾ വിദ്യാർത്ഥിയായി തീരേണ്ടത്. അതിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ചവനോട് ആക്രോശമായിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു ഗുരുദേവൻ. അതിലിപ്പോ ഒരു തെറ്റുമില്ല. അതിന്റെ നന്മകളെ പോസിറ്റീവായിട്ട് മാത്രം മനസ്സിലാക്കുക. ഇതിൽ നിന്ന് വിമർശകന് വേണ്ടത് ഇതൊന്നും ആയിരുന്നില്ല. അമ്പലം വേണ്ട, സ്കൂൾ മതി എന്ന് പറഞ്ഞു വെക്കാനായിരുന്നു പുറപ്പാട്. പക്ഷേ ഞങ്ങളുടെ ആചാര്യനെ ഒന്ന് പഠിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ ഒന്ന് വായിച്ചു നോക്കുക, അദ്ദേഹം പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വിഡ്ഢിത്തവുമായിട്ട് ഇറങ്ങുക. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.